അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കളവുകൾ മാത്രം പറഞ്ഞ് പരിചയമുള്ള സലഫികൾ വീണ്ടും അവരുടെ മികവ് തെളിയിച്ചിരിക്കുകയാണ്. കളവ് പറയുന്നതിലും കട്ട് വായിക്കുന്നതിലും മറച്ചു വെക്കുന്നതിലും ഉള്ള അവരുടെ പ്രാവീണ്യം വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് റഫീഖ് സലഫിയിലൂടെ. അദ്ദേഹം പറയുന്ന വാക്കുകളിൽ നമ്മുടെ മുത്തഅല്ലിം പറഞ്ഞ ഫഫ്റഹു ബിഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിലാദത്ത് കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുകയും ചെയ്തോളൂ, നിങ്ങൾ തബറുക്ക് എടുത്തോളൂ, അതുപോലെ തന്നെ നിങ്ങൾ സന്തോഷിക്കുകയും ചെയ്തോളൂ. അപ്പോൾ എങ്ങനെയാണ് സന്തോഷ പ്രകടനം സാധാരണ നടത്താറുള്ളത്? നമുക്ക് സന്തോഷെത്തുമ്പോൾ വരുമ്പോൾ ലഡു വിതരണം ചെയ്യും. അതാ ഒരു കുട്ടി ജനിച്ചു, നമ്മളൊരു മധുരം കൊടുക്കും ചിലപ്പോൾ, അല്ലേ, സന്തോഷത്തിൽ. അതുപോലെ സന്തോഷം കിട്ടിയ വരുന്ന സമയത്ത് നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കും, ചായ മേടിച്ചു കൊടുക്കും. ഇങ്ങനെ പലതും സന്തോഷ പ്രകടനത്തിൽ ചെയ്യാറുണ്ട്. അഫ്റഹു ബിഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിലാദത്ത് കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചോളൂ എന്നുള്ള കാര്യം എന്തിനാണ് സലഫി മറച്ചു വെച്ചത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കളവുകൾ മാത്രം പറഞ്ഞ് പരിചയമുള്ള സലഫികൾ വീണ്ടും അവരുടെ മികവ് തെളിയിച്ചിരിക്കുകയാണ്. കളവ് പറയുന്നതിലും കട്ട് വായിക്കുന്നതിലും മറച്ചു വെക്കുന്നതിലും ഉള്ള അവരുടെ പ്രാവീണ്യം വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് റഫീഖ് സലഫിയിലൂടെ. അദ്ദേഹം പറയുന്ന വാക്കുകളിൽ നമ്മുടെ മുത്തഅല്ലിം പറഞ്ഞ ഫഫ്റഹു ബിഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിലാദത്ത് കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുകയും ചെയ്തോളൂ, നിങ്ങൾ തബറുക്ക് എടുത്തോളൂ, അതുപോലെ തന്നെ നിങ്ങൾ സന്തോഷിക്കുകയും ചെയ്തോളൂ. അപ്പോൾ എങ്ങനെയാണ് സന്തോഷ പ്രകടനം സാധാരണ നടത്താറുള്ളത്? നമുക്ക് സന്തോഷെത്തുമ്പോൾ വരുമ്പോൾ ലഡു വിതരണം ചെയ്യും. അതാ ഒരു കുട്ടി ജനിച്ചു, നമ്മളൊരു മധുരം കൊടുക്കും ചിലപ്പോൾ, അല്ലേ, സന്തോഷത്തിൽ. അതുപോലെ സന്തോഷം കിട്ടിയ വരുന്ന സമയത്ത് നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കും, ചായ മേടിച്ചു കൊടുക്കും. ഇങ്ങനെ പലതും സന്തോഷ പ്രകടനത്തിൽ ചെയ്യാറുണ്ട്. അഫ്റഹു ബിഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിലാദത്ത് കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചോളൂ എന്നുള്ള കാര്യം എന്തിനാണ് സലഫി മറച്ചു വെച്ചത്? ബുർഹാനുദ്ദീൻ നാജി എന്ന് പറയുന്ന പണ്ഡിതന്റെ കിതാബിൽ നിന്നാണല്ലോ ഇവര് നബിദിനാഘോഷത്തിന് തെളിവ് വായിച്ചത്. അത് സ്വീകാര്യമല്ല എന്ന് നമ്മൾ കാരണങ്ങൾ പറഞ്ഞു ബോധ്യമാക്കി. എങ്കിലും ഇനി ആ വായിച്ച വാക്യത്തിൽ സമസ്തക്കാർക്ക് വല്ല തെളിവുമുണ്ടോ? അതൊന്നും നമ്മൾ പരിശോധിക്കണമല്ലോ. എന്താ വായിച്ചത് മുസ്ലിയാരുട്ടി? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് നിങ്ങൾ ബറക്കത്തെടുക്കുകയും അതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കുകയും ചെയ്യുകയും. അതിലെവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം ആഘോഷിക്കണം, നബിദിനം ആഘോഷിക്കണമെന്ന്?